ചൈനീസ് ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ ലോകത്ത് എവിടെയും പോലെ പിടിപാടുള്ള ഒരു മോഡലാണ് ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി. അവരുടെ ഏറ്റവും പുതിയ ലാൻഡ് ക്രൂയിസർ പ്രാഡോയെ യാത്രക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. വളരെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചൈനീസ് മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് GCCയിലെ എല്ലാ കൺട്രീസിലും എത്തിക്കാൻ പറ്റില്ല, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് സഹീർ ഭായിനെ ബന്ധപ്പെടാം. അത് നല്ല ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ വിദേശ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ചും കൂടി നല്ല പ്രൈസിൽ കിട്ടും. ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ പ്രൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ GCC കൺട്രീസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹീർ ഭായിനെ ബന്ധപ്പെടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കാം, അവിടെ സെല്ല് ചെയ്യാല്ലേ വണ്ടികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് നോക്കാം. ഇതാണ് ലാൻഡ് ക്രൂയിസർ പ്രാഡോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഡോ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ തൊട്ട് താഴെയാണ് പ്രാഡോ എന്ന് പറയുന്ന മോഡൽ വരുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ പഴയ വേർഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോയിട്ട് ആ കാണുന്ന പോലെയൊക്കെ ചെയ്യേണ്ട ഒരു മോഡലാണ്. പക്ഷേ വാക്ക് റോഡ് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വേറൊരു കാര്യം. പുതിയ ലുക്കാണ്. ഇതേ ലുക്കിലേക്ക് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിനെയും ഇവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ടൊയോട്ട കൊണ്ടുവന്ന മറ്റൊരു ബ്രില്യൻസ് അവരുടെ ലെഗസി ആയിട്ടുള്ള ബാഡ്ജിങ്ങുകൾ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. ആദ്യത്തെ ഹൈലൈറ്റ് ഇതിൻ്റെ ലുക്കാണ്. കട്ടിങ് എഡ്ജ് ടെക്നോളജി ഒക്കെയുള്ള ശരിക്കും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റാൻഡേർഡ് ഓൺ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുതകുന്ന തരത്തിലാണ് ആ ഒരു ക്യാരക്ടർ ലൈനുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ ഒരു സ്ലീക്ക് ഡിസൈൻ ആയിരുന്നു. അത് എൻ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ലൈനിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എടുപ്പും മട്ടും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു കുട്ടിയാനയായിട്ടുണ്ട് എന്ന് പറയാം. ഫ്രണ്ടിലേക്ക് വരാം. ടൊയോട്ടയുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ലെറ്ററിംഗ് ആണ്. ഇത് നമ്മൾ FJ ക്രൂയിസർ മുതൽ കണ്ടു തുടങ്ങിയതാണ്. മാത്രമല്ല പഴയത്, അതായത് ആദ്യകാലത്ത് ടൊയോട്ട അവരുടെ വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതേപോലത്തെ ബാഡ്ജിങ്ങുകളായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയൊരു ഗ്രിൽ യൂണിറ്റ് കാണാം. അതൊരു ഒരു പ്രത്യേക ഷേപ്പിലാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്വയറുകളായിട്ടുള്ള ഗ്രില്ലാണ് വന്നേക്കുന്നത്. അതിനകത്താണ് ടൊയോട്ട ലെറ്ററിംഗ്. എനിക്ക് തോന്നുന്നു ഇവിടെ അഡാസ് സെൻസേഴ്സും കാര്യങ്ങളും വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാബ് യൂണിറ്റ് കാണാം. അതിനകത്താണ് ക്യാമറനെ കൊടുത്തുള്ളത്. വാവ്, നൈസ്. ഇനി ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേമ്പറുകളായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. സൈഡിൽ ഇൻഡിക്കേറ്റർ കാണാം. റൗണ്ട് ഷേപ്പും ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടായിരുന്നു, നോട്ട് കൺഫേം. അതേപോലെ ഇവിടെ ഫോഗ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ കർട്ടൻ കാണാം. ഇത് ആക്ച്വലി ഫേക്ക് അല്ല തോന്നുന്നു. അല്ല, ഇവിടെ ഉണ്ടോ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫേക്ക് അല്ല, മീൻസ് അപ്പുറത്തേക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ലൈനുകളൊക്കെ നോക്കിയാൽ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ വാവ്, ആ ഒരു ക്യാരക്ടർ ലൈനുകൾ ഭയങ്കര ഹൈലൈറ്റ് ഉണ്ട്. ഇനി ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഒരു ബ്രീത്തിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനകത്താണ് നമ്മൾ വൈപ്പർ യൂണിറ്റ് ഒക്കെ വെച്ചേക്കുന്നത്. പിന്നെ വാഷർ ഫ്ലൂയിഡിൻ്റെ ഭാഗം ഇവിടെ നമുക്ക് കാണാം. യെസ്, വിൻഷീൽഡ് കാണാം. ഒരു സ്ക്വയറിഷ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അല്ലേ. ഇനി വീലിനെ കുറിച്ച് പറയാം. ധാരാളം മിതലുകളായിട്ടുള്ള വീലാണ്. ചെറിയ അലോയും വലിയ വീലും പോലെയാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത് അല്ലേ. 18 ഇഞ്ച് വീലുകളാണ് ഇവിടെ കൊടുത്തുള്ളത്. സസ്പെൻഷൻ ധാരാളം വർക്കുകൾ കാണാം അല്ലേ. വലിയ സ്ക്വയറിഷ് സൈഡ് വ്യൂ മിററാണ്. ഈ ഒരു ബോഡി ഡിസൈനോട് കണക്ട് ആവുന്ന തരത്തിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ സൈഡിൽ നമുക്ക് കാണാം. ഇത് ഇവിടെ വെച്ചതുകൊണ്ട് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ബ്ലൈൻഡ് പോലെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വ്യൂവിങ്ങിന്. ട്രഡീഷണൽ ഡോർ ഹാൻഡിൽസ്, സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്ലാഡിങ് കാണാം. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണുള്ളത്. ഒരു ബോക്സിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഒഴുക്കൻ സ്റ്റൈൽ മാറ്റിയിട്ട് കുറച്ചും കൂടി ബോക്സി സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡ് വ്യൂ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെയും ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് ഭാഗം വരുന്നത്. ടൊയോട്ടയുടെ വലിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലാൻഡ് ക്രൂയിസർ പ്രാഡോ എന്ന് പറയുന്ന ലെറ്ററിംഗ് കാണാം. ലാൻഡ് ക്രൂയിസറിൻ്റെ ബാഡ്ജിങ്ങും ഇവിടെ തന്നെയാണ് വന്നേക്കുന്നത്. ചൈനയിലാണ് ഇത് അസംബിൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ചൈനീസ് ലെറ്ററിംഗ് കൊടുത്തിട്ടുണ്ട്. HEV എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ലെറ്ററിംഗും നമുക്കിവിടെ കാണാം. അതുപോലെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ബൾക്കി ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അതുപോലെ തന്നെ ബമ്പറും ഭയങ്കര ബൾക്കിയാണ്. റിയർ വൈപ്പർ, ഡിഫോഗർ ലൈൻ, ഇതിൻ്റെ വാഷിംഗ് ഫ്ലൂയിഡ്, ഷാർക്ക് ഫിൻ ആൻറ്റീന, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കീ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാനുവലി ഓപ്പൺ ചെയ്തത്. ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടച്ച് ക്ലോസ് ആൻഡ് ഓപ്പണിംഗ് കാണാം. ഏറെക്കുറെ ഒരു LC ഒക്കെ തന്നെയാണല്ലേ. ബാറ്ററി പാക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ ഈ ഒരു ഹൈറ്റ് വരുന്നത്. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. സംഭവം കൊള്ളാം, നല്ലൊരു പ്രീമിയം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ഇവിടെ ലാൻഡ് ക്രൂയിസർ എന്നൊരു ബാഡ്ജിങ് നമുക്ക് വേണം. ഇവിടെയും ഇത് പൊക്കി നോക്കാം. സ്റ്റോറേജ് സ്പേസ്, ധാരാളം ഹിഡൻ സ്പേസുകളുണ്ട്, അത് ഇവിടെയുണ്ട്.
ഇനി ഇതങ്ങോട്ട് നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഈ സീറ്റ് ഇങ്ങോട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല തോന്നണം. ഓ സീറ്റ് ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോയി. ഓക്കെ, ഇത് പൊക്കി നോക്കാം. അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മൊത്തത്തിൽ ഇത് കിട്ടൂല. ഇവിടെ ബാറ്ററി പാക്ക് ഉണ്ട് തോന്നുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സീറ്റ് കാണുന്നത് ഇതിപ്പോൾ ആക്ച്വലി 5 സീറ്ററാണ്. ഇനി 7 സീറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ എനിക്ക് പെട്ടെന്ന് വന്നു. സി ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ആ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കാണാം. അകത്ത് നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളെ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണ്. സ്റ്റെപ്പൊക്കെ ഉണ്ട് കാര്യങ്ങൾ. പക്ഷേ റൂഫ് റെയിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണ്. റൂഫ് റെയിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോർ സൈഡിലേക്ക് വരാം. ഇത് ലെതറാണ്, ലെതർ റാപ്പിഡാണ്. ഡോർ ഹാൻഡിൽസ് കാണാം. അതുപോലെ ഇത് ലെതർ പിടുത്തവും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും സ്റ്റോറേജ് സ്പേസും കാണാം. പവർ വിൻഡോ കൺട്രോൾസ് ആൻഡ് മിറർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. മ്യൂസിക് സിസ്റ്റം നോൺ ബ്രാൻഡഡ് ആണ്. ഇവിടെ ഒരു പിടുത്തൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കയറാം. അതിന് മുന്നേ സീറ്റിനെ കുറിച്ചും കൂടി പറയാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്, ലെതറാണ്, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. വെന്റിലേഷൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് അല്ലേ. നമുക്ക് അകത്തേക്ക് പോയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇത് ഓൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ച് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ചൈനീസ് അറിയില്ല. ഞാൻ ഇതന്നെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ചോദിച്ച് വാങ്ങിയത്. എനിവേ ഇവിടെ നമുക്കൊരു AC വെൻറ്റ് കാണാം. ഇത് നല്ല രസമുണ്ട്. കുറച്ചും കൂടി അപ്പർ ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിനപേക്ഷിച്ച് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് ഈ സെൻറ്റർ ഭാഗം ഇവിടെ വരെയാണ് ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ട്രൈ ചെയ്യാൻ പറ്റില്ല. സീറ്റ് വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. ACയുടെ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിനൊരു ചെറിയ ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റ് ഇതൊക്കെ ലെതർ റാപ്പഡാണ്. അത് നല്ലൊരു കാര്യം. ഡാഷ്ബോർഡ് കാണാം. ഓട്ടോമാറ്റിക് ഡയനൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ അല്ല. ഇത് ബേസ് വേരിയൻ്റ് ആണോ? ഐ ഡോണ്ട് നോ. ഓക്കെ, ഇവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിറർ കാണാം. ഇങ്ങോട്ട് നീക്കിയാൽ മതി. ലാമ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ഇവിടെ നമുക്കൊരു പാനറമിക് സൺറൂഫ് അല്ല, സാധാരണ സിംഗിൾ പാൻ സൺറൂഫാണ് കൊടുത്തേക്കണേ. ടൈറ്റിൽ സൺറൂഫ് ഉണ്ടല്ലോ, ഹൈർ അല്ലേ. ഇവിടെ 3 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മോഡ് സെലക്ഷൻ ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇതും കുറച്ചും കൂടി നല്ലൊരു ഫീൽ എനിക്ക് തോന്നി. ഭയങ്കര ബോൾഡ് ഫീൽ ഉണ്ട്. ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ കാണാം. വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ കാണാം. വലിയ കപ്പ് ഹോൾഡറാണ്. ഒരു മസ്കുലാർ ഫീൽ ഉണ്ട്. പാർക്ക്, ഹോൾഡ്, ബ്രേക്ക്, അതുപോലെ തന്നെ നമ്മുടെ 4 വീൽ ഡ്രൈവ് ട്രാൻസ്മിഷൻ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഗ്ലോബോക്സ് വേറെ അറിയണ്ടോ? ഒരു ചെറിയ വേറെ സെപ്പറേറ്റ് അറിവുള്ള തോന്നി. സെൻട്രൽ കൺസോള്, അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ലെതറാണ്. ആംബ്രസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. നൈസ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം. ഇത് ശരിക്കും ഒരു ജസ്റ്റ് ഒരു വ്യൂ മാത്രം കേട്ടോ. ബൂട്ട് കൺട്രോൾഡ് ബട്ടൺ, റിവേഴ്സ് പാർക്ക് ബ്രേക്ക് ഓഫ് ചെയ്യാനുള്ളത്, ബൂട്ടിൻ്റെ കൺട്രോൾ ബട്ടൺ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, എൻജിൻ ഇവിടെയാണ്. ഓപ്പൺ ആക്കി വെക്കാം. ശരിക്കും കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടിയാണ്. എന്നാൽ ലെതർ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ബോൾഡ് ലുക്കും ബോൾഡ് പ്രസൻസും ശരിക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യം. ഇനി റിയർ സീറ്റിലേക്ക് വരാം. എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3rd റോ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടോ. കാരണം ബാക്കിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ കൺഫ്യൂഷനായി. പക്ഷേ ആക്ച്വലി ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഡോറാണല്ലേ. ഒരു ചെറിയ ഡോറ് പോലെ ഫീൽ ചെയ്യണം. സെൻട്രൽ ടണൽ ഇങ്ങനെ ചെറിയൊരു സെൻട്രൽ ടണലുണ്ട്. ആംബ്രസ്റ്റ് ഇവിടെ കാണാം. നൈസ്. ഇനി ഒരു 6 വിരൽ ഗ്യാപ്പ് ഉണ്ട്. തൈ സപ്പോർട്ട് ഓക്കെയാണ്. ഹെഡ് റൂമും അത്യാവശ്യത്തിനുണ്ട്. ഒരു 5 വിരൽ ഗ്യാപ്പ് ഹെഡ് റൂമുണ്ട്. ഇവിടെ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൺറൂഫ് ഇങ്ങോട്ടാണ് കയറി വരിക എന്നുള്ളതാണ്. AC വെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കാണാം. ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഒരു ലാമ്പ് യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. കൊള്ളാം. ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഏരിയ. ഇനി എഞ്ചിനെ കുറിച്ച് പറയാം. 2393 cc എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അത് 243 ഹോഴ്സ് പവറും 630 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ആവറേജ് ഒരു 10 ഒക്കെ ആയിരിക്കും ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുക എന്നുള്ളതാണ്. ഹൈഡ്രോളിക് സ്ട്രട്ടൊന്നുമില്ല, പകരം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഫീല് ശരിക്കും ഡ്രൈവ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരിക്കൽ നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ പ്രാഡോയുടെ 2024 ഫേസ് ലിഫ്റ്റ്. 2024 ഈ ഒരു ഫേസ് ലിഫ്റ്റിനെ ടൊയോട്ട അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രൈസ്, ചൈനയിലെ പ്രൈസ് 4,89,800 RMB ആണ്. അത് ഇൻറ്റു 12 കൂട്ടിയാൽ അത് ഡയറക്റ്റ് കൺവേർഷൻ ടു ഇന്ത്യ കിട്ടും. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ടാക്സും കൂടി ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി കാണിക്കാം. നമ്മുടെ നാട്ടിലത്തെ ടൊയോട്ട ഷോറൂം പോലെ തന്നെയാണ് ഇവിടുത്തെ ടൊയോട്ട ഷോറൂം. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അമാന ടൊയോട്ടയും ഉള്ളത് എന്നുള്ളതാണ്. നൈസ്.
ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ കുട്ടിയാണ്. ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോറൂമുകളിലും ഇതേപോലെ ഒരു ലൈവ് നടക്കുന്നുണ്ട്. ഇവരിതിനകത്ത് ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ആളുകൾ ഓരോ കാറിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യും. ആ സമയത്ത് ഇവർ റിപ്ലൈ കൊടുക്കും. അങ്ങനെ സെയിൽ ഓൺലൈനായിട്ടും നടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലത്തെ കാർ ഷോറൂമുകൾക്കൊക്കെ വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നി. ആ ഒരു സജഷനും കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.